വേക്കൻസീസ് എത്രത്തോളം വരും, എന്നാണ് എക്സാം വിളിക്കാൻ പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഹായ്, നമ്മുടെ SSC GD ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾ നിങ്ങൾക്കറിയാം, എല്ലാ വർഷവും നമ്മുടെ SSC എക്സാംസിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന 7-8 നോട്ടിഫിക്കേഷൻ്റെ അകത്ത് വരുന്ന ഒരു വളരെ ഇമ്പോർട്ടൻറ്റും എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന, നമ്മുടെ 10ാം ക്ലാസ് മാത്രമാണ് ക്വാളിഫിക്കേഷൻ, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ് SSCയുടെ GD എന്ന് പറയുന്നത്. ഇനി SSCയിൽ തന്നെ ഏറ്റവും കൂടുതൽ വേക്കൻസിക്ക് വിളിക്കുന്ന ഒരു എക്സാം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടും ഇല്ല, ഏത് വർഷം എടുത്ത് പോയി കഴിഞ്ഞാലും SSCയുടെ GD തന്നെയാണ് ഏറ്റവും കൂടുതൽ വേക്കൻസിക്കും വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സെഷൻ്റെ അകത്ത് നോക്കാൻ പോകുന്നതും SSCയുടെ GDയുടെ ജോബ് പ്രൊഫൈലും അതേപോലെ തന്നെ അതിൻ്റെ സാലറിയും, പിന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, അവിടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണ്, ഫിസിക്കൽ എക്സാമിനേഷൻ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെഷൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ SSC GD എന്ന് പറയുമ്പോൾ അവിടെ വേറെ വരുന്നൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടത് ഒറ്റ എക്സാമേ ഉള്ളൂ. നമുക്കറിയാം, നമ്മൾ മിക്കവാറും ഏത് എക്സാംസ് എടുത്താലും, അതിപ്പോൾ ബാങ്ക് ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ഈവൻ ഏത് എക്സാംസ് എടുത്തു കഴിഞ്ഞാലും അവിടെ ആദ്യം ഒരു phase 1 കാണും, അത് ക്ലിയർ ചെയ്യുന്നവർക്ക് പിന്നെ phase 2 കാണും, ഇങ്ങനെ ഒരു 2-3 ലെവൽ ഓഫ് എക്സാംസ് എപ്പോഴും കാണാറുണ്ട്. പക്ഷേ SSCയുടെ GDയിലേക്ക് വരുമ്പോൾ അവിടെ വരുന്ന ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഒറ്റ സിംഗിൾ എക്സാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിൻ്റെ ടെസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ എക്സാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാം, 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ, എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ക്വാളിഫിക്കേഷൻ, ഏറ്റവും കൂടുതൽ വേക്കൻസി. സോ ഇതെല്ലാം കൂടി വെച്ച് പോയി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു എക്സാമാണ് SSCയുടെ GD എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഒരു GD ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, കോൺസ്റ്റബിളായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതിലേക്കൊക്കെയാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് കോൺസ്റ്റബിൾ ആയിട്ട്, അതേപോലെ തന്നെ എന്തായിരിക്കും നമുക്ക് അവിടെ വരുന്ന ജോബ് പ്രൊഫൈൽ, അവിടെ വരുന്ന വർക്ക് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. സോ അത് തന്നെ നമ്മൾ ഈ ഒരു SSC GDയെ കുറിച്ചൊന്ന് ജനറലായിട്ട് നമ്മളൊന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ്, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇവിടെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC ആണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു ജനറൽ പേരാണ് GD കോൺസ്റ്റബിൾ എന്ന് പറയും. ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾ എന്നുള്ളതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇത് GD കോൺസ്റ്റബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് ഇന്ത്യയിൽ ഒരുപാട് ഫോഴ്സസ് ഉണ്ട്. ഈ പല ഫോഴ്സിലേക്കുള്ള കോൺസ്റ്റബിളിൻ്റെ റിക്രൂട്ട്മെൻ്റ് ആണ് നമ്മുടെ SSC GD എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഫോഴ്സിലേക്കല്ല, BSF തൊട്ട് അങ്ങനെ പല ഫോഴ്സുകളിലേക്കുള്ള നമ്മുടെ റിക്രൂട്ട്മെൻ്റ് ആണ് SSCയുടെ GD എന്ന് പറയുന്നത്. ഇനി ഇതൊരു നാഷണൽ ലെവൽ എക്സാമിനേഷൻ ആണ്, ഹ്യൂജ് വേക്കൻസിക്കാണ് വിളിക്കുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ആയാലും ശരി, എക്സാമിനേഷൻ ആയാലും ശരി, എല്ലാം ഓൺലൈനാണ് നടക്കുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം, അടുത്ത വർഷം ഇത് എപ്പം വിളിക്കും, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്തൊക്കെയാണ്. നമുക്ക് ഈ വരുന്ന 2025 ആ ഒരു നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള ഈ SSC GDയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് നമ്മുടെ SSCയുടെ കലണ്ടർ അനുസരിച്ച് 11 നവംബറിനാണ് വരാൻ പോകുന്നത്. ആൻഡ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 15 ഡിസംബർ 2025. ഓക്കെ, നമ്മുടെ ഈ വർഷം ഈ ഒരു നവംബറൊക്കെ ആകുമ്പോൾ ആയിരിക്കും നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ട് കാര്യമില്ല, വളരെ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. സോ അതിനെക്കുറിച്ച് നേരത്തെ തന്നെ അറിഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് അത്യാവശ്യം നല്ല സമയമാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമുക്ക് നവംബറിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ പോലും നമുക്ക് ഏകദേശം 8 മാസം ഇനിയുണ്ട് നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ വരുന്നവരെ. സോ അതിന് ശേഷവും എക്സാം പിന്നെയും കുറച്ചുകൂടി ഡിലേ ആയിട്ടായിരിക്കും നടക്കുന്നത്. എക്സാമിൻ്റെ ഡേറ്റ്സ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ സാലറി എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ സാലറി എന്ന് പറയുമ്പോൾ നമ്മുടെ അവിടെ വരുന്ന നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആണെങ്കിൽ നമുക്കവിടെ പേ ലെവൽ 1 ആണ് വരുന്നത്. 18,000 ആണ് ബേസിക് പേ എന്ന് പറയുന്നത്. പക്ഷേ ഏകദേശം നമുക്ക് കൈ കിട്ടുന്ന സാലറി അറൗണ്ട് ഒരു 42,000-43,000 ആ റേഞ്ച് വരും നമുക്ക് സാലറി എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുക, എക്സ്ട്രാ ഡ്യൂട്ടി ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അതിന് എക്സ്ട്രാ അലവൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും. ഇനി ബാക്കിയുള്ള പോസ്റ്റുകൾ എന്ന് പറയുന്നത് ലെവൽ 3 ആണ്. നമുക്ക് അവിടെ വരുന്നത് ഓൾമോസ്റ്റ് 21,700 ആണ് ബേസിക് പേ എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ ബാക്കിയുള്ള അലവൻസുകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആഡ് ആയി കഴിയുമ്പോൾ നമ്മുടെ സാലറി ഏകദേശം നമ്മുടെ സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത് അറൗണ്ട് ഒരു 47,000 റേഞ്ചിലായിരിക്കും സാലറി വരുന്നത്. ആൻഡ് ആ ഒരു എമൗണ്ട് തൊട്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 69,000-70,000 വരെ ആ സാലറി പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ആ ഒരു കിട്ടുന്ന വർക്കിനനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഓവർ ആയിട്ടുള്ള ഡ്യൂട്ടീസ് വരുമ്പോൾ നമുക്ക് അതിന് എക്സ്ട്രാ പേ ഉണ്ട്, അലവൻസുകളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേർക്കും. ബട്ട് ജനറലി നിങ്ങൾ അറിഞ്ഞിരിക്കുക, അതായത് ഏകദേശം നമുക്ക് കിട്ടുന്ന ഒരു പേ എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 42-47-48. അതാണ് ഏറ്റവും മിനിമം നമുക്ക് കിട്ടുന്ന അലവൻസ് എല്ലാം കഴിഞ്ഞ് ചേർത്ത് കിട്ടുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള പേ എന്ന് പറയുന്നത്. ബേസിക് പേയുടെ കൂടെ അതിൻ്റെ കൂടെയുള്ള HRA, നമ്മുടെ DA അങ്ങനെയുള്ള അലവൻസ് എല്ലാം കൂടി ചേർക്കുമ്പോൾ ഏകദേശം ആ എമൗണ്ട് വരും. പിന്നെ നമ്മുടെ എക്സ്ട്രാ ഡ്യൂട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് മന്ത്ലി മാറിക്കൊണ്ടിരിക്കും, നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളോട് വരുമ്പോഴാണ് പിന്നെ ആ എമൗണ്ട് എവിടെ വരെ പോകുന്നത്, ഓൾമോസ്റ്റ് ഈ കാണുന്ന ഒരു 57, അതുപോലെ തന്നെ 70 ആ റേഞ്ചിലേക്കൊക്കെ ആ ഒരു എമൗണ്ട് പോകുന്നുണ്ടോ. ഇനി നമുക്കിതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ, എന്തുകൊണ്ടാണ് SSCയുടെ GD എന്ന് പറയുന്ന ഈ ഒരു എക്സാം ഇത്രയും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഇത്രയും ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ള മെയിൻ റീസൺ എന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ കഴിഞ്ഞ ഒരു 5 വർഷത്തെ SSC GDയിൽ വിളിച്ചിട്ടുള്ളതിൽ വന്നിട്ടുള്ള വേക്കൻസിയുടെ ഒരു നമ്പേഴ്സാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ SSCയിൽ
ഏറ്റവും കൂടുതൽ വേക്കൻസിക്ക് വിളിക്കുന്ന ഒരു എക്സാം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും ഇല്ല, SSCയുടെ GD ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾക്ക് അതിൻ്റെ കൗണ്ട് അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് വിളിച്ച ഏറ്റവും അവസാനം വിളിച്ച SSCയുടെ GD നമ്മുടെ അതിൻ്റെ എക്സാം ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞതേ ഉള്ളൂ. ആ ഒരു SSC GDയുടെ വേക്കൻസി എന്ന് പറയുന്നത് 39,481 വേക്കൻസിക്കാണ് വിളിച്ചത്. ആൻഡ് ഇതിൻ്റെ ബാക്കിലോട്ടുള്ള ഒരു 5 വർഷത്തെ വേക്കൻസി, ഈ വർഷം ഒരുപാട് ഉണ്ടായിരുന്നു എന്നുള്ളതല്ല, ഇതിൻ്റെ മുമ്പുള്ള വർഷങ്ങളിൽ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതൊരു കോമൺ ട്രെൻഡ് ആണോ എന്ന് നിങ്ങൾ അറിയണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള വർഷം നമുക്ക് അറൗണ്ട് 26,000 വേക്കൻസി ഉണ്ടായിരുന്നു. അതിന് മുമ്പ് 50,000 വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന് മുമ്പ് 25,271 അതുപോലെ തന്നെ 2019-2020 ആ കോവിഡിൻ്റെ ജസ്റ്റ് മുമ്പുള്ള സമയത്ത് നമുക്ക് 60,210 വേക്കൻസിയാണ് വന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു വേക്കൻസി എപ്പോഴും നിൽക്കുന്നത് എന്താണ്, ഒരു 1,00,000 മേളിലാണ് എപ്പോഴും വേക്കൻസി നിൽക്കുന്നത്. ഏറ്റവും മിനിമം ഒരു 25,000 വേക്കൻസി എന്തായാലും ഉണ്ട്. നിങ്ങൾ കാണാൻ പറ്റും അവിടെ 2 തവണ കഴിഞ്ഞ 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് തന്നെ 2 തവണ ആ വേക്കൻസീസ് എത്രയാണ്, 1,00,000-ഓളം വേക്കൻസി അല്ലെങ്കിൽ 1,00,000-ൻ്റെ മേളിൽ വേക്കൻസി ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഇയർ തന്നെ നമുക്ക് 40,000 റേഞ്ചിലാണ് വേക്കൻസി വരുന്നത്. 40,000-ഓളം വേക്കൻസീസ് ഉണ്ടായിരുന്നു. സോ ഇത്രയും വേക്കൻസീസ് വരുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് എന്താണ്, വളരെ കൂടുതലാണ്. ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യുന്ന ഒരു എക്സാം കൂടിയാണെന്ന് കിട്ടാൻ വളരെ ഈസി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും ഈസി ആയിട്ടുള്ള സിലബസും ഒറ്റ സിംഗിൾ എക്സാം, അതാണ് പിന്നെ ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് ആയിട്ട് വരുന്നൊരു കാര്യം. ഒറ്റ സിംഗിൾ എക്സാം, ആ ഒരു എക്സാം മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി നമ്മുടെ ഫിസിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൂടെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഫിസിക്കും ഈ പറഞ്ഞ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഓക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ ക്ലിയർ ചെയ്യാൻ വളരെ ഈസിയാണ്. കുറച്ച് പ്രിപ്പറേഷനും ഈ പറഞ്ഞ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഓക്കെയാണ്, നിങ്ങൾ കുറച്ച് ഫിസിക്കലോടി നോക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ കവർ ചെയ്യാൻ പറ്റും. ആൻഡ് അത്യാവശ്യം സമയമുണ്ട്. നമ്മൾ എക്സാം സമയത്ത് ഇതൊക്കെ ചെയ്ത് തുടങ്ങിയിട്ട് കാര്യമില്ല. നമ്മൾ പെട്ടെന്ന് ഫിസിക്കലിന് വേണ്ടി ട്രെയിനിങ്ങിന് പോയിട്ട് നമ്മൾ കാര്യമില്ല. പെട്ടെന്ന് ഒരു ദിവസം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അവിടെ ചെന്നിട്ട് പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എന്തായാലും കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത 8 മാസം കൊണ്ട് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തൊട്ട് നല്ലപോലെ ഡെയിലി മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കലിന് വേണ്ടിയുള്ള ട്രെയിനിങ്ങും കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം അടുത്ത വർഷവും ഈ വേക്കൻസി എന്തായാലും 25,000-ന്റെ മേളിലേ കാണത്തുള്ളൂ. 25,000-ന്റെ താഴെ ഏറ്റവും മിനിമം 25 ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും മിനിമം കഴിഞ്ഞ 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്നത് 25,271 ആണ്. അപ്പോൾ അതും ജസ്റ്റ് കോവിഡ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു നമ്മുടെ ആ ഒരു പോസ്റ്റ് കോവിഡ് അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡ് വേവ് ആ ഒരു സമയത്തൊക്കെയാണ് നമുക്ക് അത്രയും കുറച്ച് വേക്കൻസിക്ക് വിളിച്ചത്. അതിനുശേഷം പിന്നെയും വേക്കൻസി എന്ത് ചെയ്യുക ചെയ്തേക്കുന്നത്, കൂടുകയാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വേക്കൻസിക്കായിരിക്കും ഇനി വരുന്ന സമയത്തും ഉറപ്പായിട്ടും വിളിക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു എക്സാമാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ഇനി ഇതിൻ്റെ ഡേറ്റ്സ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ഈ കാണുന്നത് SSCയുടെ 2025-2026 എക്സാം കലണ്ടറാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ഈ ഒരു വർഷം നടക്കാൻ പോകുന്ന 2025-26 നടക്കാൻ പോകുന്ന എക്സാംസിനെ കുറിച്ചുള്ള കലണ്ടറാണ് ഈ കൊടുത്തേക്കുന്നത്. അതിൽ ഞാനിപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SSCയുടെ GD മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും SSCയുടെ GD നമ്മുടെ കോൺസ്റ്റബിൾ GD ഇൻ ആംഡ് പോലീസ് ഫോഴ്സസ്, NIA, CAPF, SSF ആൻഡ് അതുപോലെ റൈഫിൾമാൻ GD, ആസാം റൈഫിൾസ്, ഇങ്ങനെ കുറേ ഫോഴ്സസിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതിലേക്കുള്ള ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ആംഡ് പോലീസ് ഫോഴ്സിലേക്കുള്ള ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റും. നോട്ടിഫിക്കേഷൻ വരുന്ന ഡേറ്റ് കൊടുത്തേക്കുന്നത് 11 November ആണ് നമുക്ക് കൊടുത്തേക്കുന്നത് 2025. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നമുക്ക് കാണാൻ പറ്റും 15 December 2025 ആണ്. ആൻഡ് എക്സാം എപ്പോഴാണ് നടക്കാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് പ്രിപ്പറേഷൻ അത്യാവശ്യം നല്ല സമയമുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. പ്രിപ്പറേഷന് വേണ്ടി നല്ല സമയം എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും എക്സാക്ട്ലി ഒരു 1 year നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പ്രിപ്പറേഷന് വേണ്ടി. എന്നിട്ട് എക്സാം നടക്കാൻ പോകുന്നത് എപ്പോഴാണ്, മാർച്ച് ഏപ്രിൽ 2026 നിങ്ങൾക്കറിയാം ഇപ്പം മാർച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മാർച്ച് തൊട്ട് അടുത്ത മാർച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ മോർ ദാൻ എ ഇയർ കിട്ടുന്നുണ്ടെന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ഒരു വർഷത്തിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം പ്രിപ്പറേഷൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ ഒരു 1 year കൊണ്ട് ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാംസ് ക്ലിയർ ചെയ്യാൻ ഉറപ്പായിട്ടും പറ്റും. ഇനി ഇതിൻ്റെ അകത്ത് വരുന്ന ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ഒരു കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ ഏതിലേക്കാണ് കോൺസ്റ്റബിളായിട്ട് നമുക്ക് കിട്ടുന്നത്. സോ നിങ്ങൾ കാണാൻ പറ്റും ഇതൊക്കെയാണ് നമുക്ക് കോൺസ്റ്റബിളായിട്ട് കിട്ടാൻ പോകുന്ന ഫോഴ്സസ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് പാരാമിലിറ്ററി ഫോഴ്സസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പാരാമിലിറ്ററി ഫോഴ്സസിലേക്കുള്ള കോൺസ്റ്റബിളിൻ്റെ റിക്രൂട്ട്മെൻ്റ് ആണ് ഇതെന്ന് പറയുന്നത്. ആദ്യം തന്നെ ഒരുപാട് പേരും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേരുടെ ഒരു എന്താ പറയുക ഏറ്റവും ഫസ്റ്റ് വരുന്ന ഒരു സംഭവമാണ് ഇഷ്ടമുള്ളൊരു പോസ്റ്റാണ് BSFൻ്റെ എന്ന് പറയുന്നത്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ. പിന്നെ അതേപോലെ തന്നെ പിന്നെ നമുക്ക് വേറെ ഏതൊക്കെയാണ് കോൺസ്റ്റബിളായിട്ട് കിട്ടാൻ, ഏതൊക്കെ ഫോഴ്സിൻ്റെ അണ്ടറിലാണ് കോൺസ്റ്റബിളായിട്ട് കിട്ടുന്നതെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ CISF ഉണ്ട്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സസ്. അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ഉണ്ട്, CRPF. അതുപോലെ ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ ശാസ്ത്ര ഭീമ ദൾ ഉണ്ട്. അതുപോലെ നമ്മുടെ സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്, നമ്മുടെ പാർലമെന്റിലേക്കൊക്കെ ഉള്ള. അതുപോലെ തന്നെ നമ്മുടെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിൽ സിപ്പായുടെ പോസ്റ്റ് ഉണ്ട്. അതാണ് നമ്മൾ നേരത്തെ കണ്ട് ആ ഒരു പോസ്റ്റിന് മാത്രം level 1 സാലറി നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു പോസ്റ്റ് വരുന്നതാണ് നമ്മുടെ ഈ NCBയുടെ കോൺസ്റ്റബിളുടെ പോസ്റ്റ് അല്ലെങ്കിൽ സിപ്പായുടെ പോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമുക്ക് ഈ പറഞ്ഞ ആസാം
റൈഫിൾസും അങ്ങനെയൊക്കെ ഉള്ളതും വരുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്ത് നമ്മൾ ഈ ഒരു കോൺസ്റ്റബിൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് അനുസരിച്ചും നിങ്ങൾക്ക് കിട്ടുന്ന റാങ്ക് അനുസരിച്ചും നിങ്ങൾ കൊടുക്കുന്ന പ്രിഫറൻസ് അനുസരിച്ചും നിങ്ങൾക്ക് ഈ ഒരു കാണുന്ന ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് അല്ലെങ്കിൽ ഫോഴ്സസിലേക്കായിരിക്കും നിങ്ങളെ അലോട്ട് ചെയ്യുന്നത്. ആൻഡ് അതിനുശേഷം ട്രെയിനിങ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടി കാണും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും അതിൻ്റെ ഒരു വേക്കൻസീസ് എത്രത്തോളം വരും, എന്നാണ് എക്സാം വിളിക്കാൻ പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന എക്സാം പാറ്റേൺ, അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. സോ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞാൽ ഒറ്റ ഒരു എക്സാമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കാണുമ്പോൾ ഇവിടെ ഞാൻ ആ ഒരു സെലക്ഷൻ പ്രോസസ്സിനെ വളരെ ബ്രീഫായിട്ട് കൊടുത്തിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ. ആദ്യമേ നമുക്കൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം കാണും. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സിംഗിൾ എക്സാം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇത് ക്ലിയർ ചെയ്യുന്ന ക്യാൻഡിഡേറ്റ്സിന്, ഓക്കെ, ഇത് ക്ലിയർ ചെയ്യുന്ന ക്യാൻഡിഡേറ്റ്സിന് ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് PET ആൻഡ് നമ്മുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് PST, ഈ 2 ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഈ 2 ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഫിസിക്കൽ എഫിഷ്യൻസി നോക്കാനും 2 നമുക്ക് ആ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടോ ഈ ഫോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ മെഡിക്കൽ ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും. ഇത് മാത്രമാണ് നമുക്ക് പിന്നെ അവിടെ വരുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ഈ ഒരു എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. എന്തൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിലും കാണുന്ന ദി വെരി സെയിം സബ്ജക്ട്സ് ആണ് അവിടെയും വരുന്നത്. നമ്മുടെ റീസണിംഗ് ഉണ്ട്, നമ്മുടെ GK അല്ലെങ്കിൽ നമ്മുടെ ജനറൽ സയൻസ് ഉണ്ടെന്ന് പറയാം, ജനറൽ അവയർനെസ്, നമ്മുടെ എലിമെൻ്ററി മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന മാത്സിലെ വളരെ ബേസിക് ലെവൽ മാത്സ്, അത് മാത്രമേ ഉള്ളൂ. ഈവൻ നമുക്കിവിടെ ഇങ്ങനെ പറയാം, നിങ്ങൾക്കറിയാം SSC CGL ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ അവർ ഓൾജിബ്ര, ട്രിഗ്നോമെട്രി, ജമട്രി ഇങ്ങനെയുള്ള ടോപ്പിക്കൊക്കെ പഠിക്കാറുണ്ട്. പക്ഷെ അറിഞ്ഞിരിക്കുക ഇവിടെ വരുമ്പോൾ അതും ഇല്ല. ഓക്കെ, ഇവിടെ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള അരിത്മെറ്റിക് ടോപ്പിക്സും പിന്നെ അഡ്വാൻസ് മാത്സിൽ നിന്ന് ആകെപ്പാടെയുള്ള മെൻസുറേഷൻ മാത്രമാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഈവൻ SSCയുടെ തന്നെ ബാക്കിയുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ടോപ്പിക്സ് പോലും ഇവിടെ ഇല്ല എന്ന് നമുക്ക് പറയാം. അതിനേക്കാളും കുറച്ച് മാത്രം നമുക്ക് പ്രിപ്പയർ ചെയ്താൽ മതി. ഓൾജിബ്ര, ട്രിഗ്നോമെട്രി, ജോമെട്രി എന്നുള്ള വലിയ വലിയ അഡ്വാൻസ് മാത്സിൻ്റെ ടോപ്പിക്സ് ഒന്നും തന്നെ നമുക്ക് ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അവിടെ കാണുന്നത് എലിമെൻ്ററി മാത്തമാറ്റിക്സ് എന്ന് കൊടുത്തേക്കുന്നതിൻ്റെ റീസൺ. പിന്നെ കൂടാതെ നമുക്കവിടെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി കൂടി നമുക്ക് അവിടെ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ക്വസ്റ്റിൻ്റെ കൗണ്ട് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ എക്സാമിന് കാണുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ഇല്ല എന്നും പറയാം. നമ്മുടെ എക്സാമിൽ ക്വസ്റ്റ്യൻസിൻ്റെ സിലബസ് കുറവാണ്, നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ കുറവാണ്, ക്വസ്റ്റിൻ്റെ ലെവൽ കുറവാണ്. ഇത് കൂടാതെ ക്വസ്റ്റ്യൻസിൻ്റെ കൗണ്ടും കുറവാണ്. നമുക്ക് കാണാൻ പറ്റും 20 ക്വസ്റ്റ്യൻസ് വെച്ചാണ് എല്ലാ ഏരിയയിൽ നിന്നും ചോദിക്കുന്നത്. മൊത്തം 80 ക്വസ്റ്റ്യനാണ് വരുന്നത്. അതിൻ്റെ 1 മണിക്കൂറാണ് വരുന്നത്. ഇപ്പോൾ SSCയുടെ CGL CSS എടുത്താൽ നിങ്ങൾക്കറിയാം അവിടെ 100 ക്വസ്റ്റിനും 1 മണിക്കൂറാണെങ്കിൽ ഇവിടെ 80 ക്വസ്റ്റിനും 1 മണിക്കൂറാണ് വരുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ നമുക്കിവിടെ ഓരോ ക്വസ്റ്റിനും ക്യാരി ചെയ്യുന്ന 2 മാർക്ക് വെച്ചാണ്. സോ മൊത്തം 80 ക്വസ്റ്റിൻ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് 160 മാർക്കാണ് വരുന്നത്. ഇനി ഇത് കൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു വളരെ വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ SSCയുടെ GDയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ ആ ഒരു കട്ടൗട്ടാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ അകത്ത് നിങ്ങൾ കാണാൻ പറ്റും ആ എക്സാമിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നെഗറ്റീവ് മാർക്കിംഗ്. ഇപ്പോൾ നെഗറ്റീവ് മാർക്കിങ്ങിൽ എന്താ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എല്ലാ എക്സാമിനും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടല്ലോ. പിന്നെ ഇവിടെ എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം സാധാരണ ഏത് എക്സാം എടുത്താലും നെഗറ്റീവ് മാർക്കിംഗ് എങ്ങനെ വരുന്നത് 1/4 അല്ലെങ്കിൽ 1/3 വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ SSCയുടെ എക്സാംസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ആൻഡ് വരുന്ന നെഗറ്റീവ് മാർക്കിംഗ് 1/4 വരുന്നത്. എന്ന് പറഞ്ഞാൽ 1 മാർക്കാണ് കിട്ടുന്നതെങ്കിൽ 0.25 കട്ടായി പോകും. 2 മാർക്കാണ് വരുന്നതെങ്കിൽ 0.5 കട്ടായി പോകും നെഗറ്റീവ് വരുമ്പോൾ. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ 2 മാർക്കാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എത്ര മാത്രമേ പോകത്തുള്ളൂ, 0.25 മാത്രമേ പോകത്തുള്ളൂ. എന്ന് പറഞ്ഞ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മളൊരു 9 ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കുകയും ബാക്കിയുള്ള 8 ക്വസ്റ്റ്യൻ തെറ്റിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും നമുക്കവിടെ മൊത്തത്തിൽ എന്തേ കിട്ടത്തുള്ളൂ, 0 കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ 8 ക്വസ്റ്റ്യൻ തെറ്റിച്ചു, ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കി, നമുക്കവിടെ ഫുൾ ആ 9 ക്വസ്റ്റ്യൻ കൂടി ചേർത്ത് 0 ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ നിങ്ങൾ ആലോചിക്കുക 9 ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ ശരിയാക്കുകയാണെങ്കിലോ ആൻഡ് ബാക്കിയുള്ള 7 തെറ്റിക്കുകയാണെങ്കിൽ നമുക്കവിടെ കിട്ടുന്ന മാർക്ക് എത്ര ആയിരിക്കും, 4 മാർക്ക് +4 കിട്ടും. പക്ഷേ 7 എണ്ണം തെറ്റിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ എത്ര വരും, അവിടെ നമുക്ക് ഏകദേശം ആ ഒരു 7 × 0.25 നമുക്ക് 1.75 കട്ടാവും. എന്ന് പറയുമ്പോൾ 4 മാർക്കിൽ നിന്ന് ആ 1.75 കട്ടായിട്ട് നമുക്ക് 2.25 മാർക്ക് സ്റ്റിൽ കിട്ടും. നമ്മൾ 9 ക്വസ്റ്റ്യൻ്റെ അകത്ത് 2 ക്വസ്റ്റ്യൻ ശരിയാക്കിയും ബാക്കിയുള്ള 7 എണ്ണം തെറ്റിച്ചാൽ പോലും നമുക്ക് എത്ര കിട്ടും, 2.25 അവിടെ നമുക്ക് കിട്ടുവാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ വേറൊരു വളരെ വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം ഇനി വരുന്ന എക്സാംസിൽ അവർ ചേഞ്ച് ചെയ്യുമോ എന്ന് അറിയത്തില്ല. നമ്മുടെ ലാസ്റ്റ് ഇയർ എക്സാം വരെയും ഇത് ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ കട്ട് ഓഫ് 1/4 1/3 ഒക്കെ ആണെങ്കിൽ ഇവിടുത്തെ നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എന്താണ്, 1/8 ആണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ 8 എണ്ണത്തിൽ നമുക്ക് ഈ ടോട്ടൽ മാർക്കിൻ്റെ 1/8 മാത്രമേ ഉള്ളൂ നെഗറ്റീവ് എന്ന് പറയുന്നത്.
ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് ചെറിയ ചെറിയ എന്നാൽ നമുക്ക് എന്താ പറയുക എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ വരുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക നിങ്ങൾ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. ഇനി നമ്മൾ ഈ പറഞ്ഞ എക്സാം മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റൊക്കെ ഉണ്ട്, ഫിസിക്കൽ ടെസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമ്മുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് വന്ന് എന്താ ഫിസിക്കൽ ഇവിടെ ഉള്ള ഫിസിക്കൽ ടെസ്റ്റ് എന്താ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ മെയിൽ കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സും ഉണ്ട്. വരുന്ന ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് റേസിംഗ് ആണ്, അല്ലെങ്കിൽ റേസ് ആണ് നമുക്കവിടെ വരുന്ന ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 5 കിലോമീറ്റർ മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 കിലോമീറ്റർ 24 മിനിറ്റിൽ ഓടണം. അതേപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 1.6 കിലോമീറ്റർ 8.5 മിനിറ്റ് കൊണ്ട് നമ്മൾ കവർ ചെയ്യണം. അതാണ് അവിടെ വരുന്ന ഫിസിക്കൽ എന്ന് പറയുന്നത്. ഇത്രയും മാത്രമേ നമുക്ക് അവിടെ വരുന്നുള്ളൂ. മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 5 കിലോമീറ്റർ 24 മിനിറ്റും ഫീമെയിൽ ആണെങ്കിൽ 1.6 കിലോമീറ്റർ 8.5 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യണം. ഇതാണ് നമുക്ക് അവിടെ വരുന്നത്. പിന്നെ അതിൻ്റെ അടിയിലുള്ളത് നിങ്ങൾ നോക്കണ്ട, അത് നമ്മുടെ ലഡാക്ക് റീജിയനിലുള്ള കാൻഡിഡേറ്റ്സിന് വേണ്ടിയാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും മാത്രമേ നമുക്ക് അവിടെ വരുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്നൊരു ദിവസം അവിടെ ചെന്നങ്ങ് ഓടി നമുക്കത് ക്ലിയർ ചെയ്യാം എന്ന് വിചാരിക്കില്ല. നമ്മൾ കുറച്ച് മാസം മുമ്പോട്ടെങ്കിലും എന്ത് ചെയ്യണം, ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാതെ അത്യാവശ്യം ഒരു ട്രെയിനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനും ക്ലിയർ ചെയ്യാനും എളുപ്പമായിരിക്കും. ക്ലിയർ അല്ലേ? ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിലേക്ക് കൂടി വരാം. എന്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ ആ സ്റ്റാൻഡേർഡ്സ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റൂ. ഇപ്പം നമുക്ക് ഈ പറഞ്ഞ എക്സാം ക്ലിയർ ചെയ്തു, നമ്മൾ ഈ പറഞ്ഞ ഫിസിക്കൽ ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും എക്സാം ക്ലിയർ ചെയ്യത്തില്ല. നമുക്ക് എന്തുകൂടി വേണം, ഈ സ്റ്റാൻഡേർഡ്സ് വേണം, എന്നാലേ നമ്മൾ ക്ലിയർ ആവത്തുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഹൈറ്റിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഹൈറ്റിലേക്ക് വരുമ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 170 സെൻറ്റിമീറ്റർ ആയിരിക്കണം ഹൈറ്റ് എന്ന് പറയുന്നത്, 170 സെൻറ്റിമീറ്റർ. ആൻഡ് ഫീമെയിൽ ആണെങ്കിൽ 157 സെൻറ്റിമീറ്റർ ആയിരിക്കണം. നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ആ നോട്ടിഫിക്കേഷനിൽ, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ തന്നെ കട്ടൗട്ടാണ് നിങ്ങൾ കാണുന്നത്. അതിൽ കൊടുത്തേക്കുന്ന വാല്യൂസ് ആണ് ഈ വാല്യൂസ് എല്ലാം തന്നെ. അപ്പം മെയിൽ 170 സെൻറ്റിമീറ്ററും ഫീമെയിൽ ആണെങ്കിൽ 157 സെൻറ്റിമീറ്റേഴ്സും ആണ് വരുന്നത്. ഇനി ചെസ്റ്റിലേക്ക് വരുമ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഉള്ളൂ. അതിൽ വരുമ്പോഴത്തേന് അൺഎക്സ്പാൻഡഡ് ചെസ്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെഷർ എന്ന് പറയുന്നത് 80 സെൻറ്റിമീറ്റർ ആയിരിക്കണം വരുന്നത്. ആൻഡ് മിനിമം എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഇതാണ് വരുന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു തുടങ്ങാം. ഈ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി ഈ ഹൈറ്റിൽ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ഈ ഒരു എക്സാമിന് ക്വാളിഫൈഡ് അല്ല എന്ന് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഈ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ എക്സാംസിന് ക്വാളിഫൈഡ് ആണ്. നിങ്ങൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് വെച്ച് നിങ്ങൾ ക്വാളിഫൈഡ് ആണ്. ഇത് കൂടാതെ നിങ്ങളുടെ 10th ക്ലാസ് ക്വാളിഫിക്കേഷൻ എന്തായാലും നിങ്ങൾക്ക് കാണും. സോ നിങ്ങൾ എക്സാം എന്തായാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി ബാക്കി നിങ്ങൾ ആ എക്സാം പ്രിപ്പയർ ചെയ്ത് എഴുതുക ആൻഡ് ആ ഫിസിക്കൽ ടെസ്റ്റ് ക്ലിയർ ചെയ്യുക. ആ ഒരു റേസ് മാത്രം അത് ക്ലിയർ ചെയ്യുക എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എക്സാമിൻ്റെ കേസിൽ നമുക്ക് വരുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, ഈ ഒരു SSC GD കോൺസ്റ്റബിളായിട്ട് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ജോബ് പ്രൊഫൈൽ എന്താ? നമുക്കറിയാം അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ജോലി നിങ്ങൾക്കറിയാം പല പല ജോലികളാണ് വരുന്നത്. ഇപ്പം BSF ഒക്കെ ആണെങ്കിൽ ബോർഡർ സെക്യൂരിറ്റി ആണ് നോക്കുന്നത്. പക്ഷേ അതുപോലെ വേറെ ഫോഴ്സുകളാണെങ്കിൽ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആണ് നോക്കുന്നത്. അതേപോലെ പല പല രീതിയിലുള്ള ജോബ്സ് ആണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഓരോ പോസ്റ്റിൻ്റെയും ജോബ് പറയാമെന്ന് പറഞ്ഞാൽ പാടായിരിക്കും. ബിക്കോസ് ഈ പറഞ്ഞ ഒരു കോൺസ്റ്റബിൾ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അവർ ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും, കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഇൻ ജനറൽ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു SSC GD അല്ലെങ്കിൽ നമ്മുടെ ഒരു ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾ ആണെങ്കിൽ ആളുടെ മെയിൻ ജോബ് എന്ന് പറയുന്നത് മെയിൻറ്റെയിനിങ് ലോ ആൻഡ് ഓർഡർ, അതിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അതുപോലെ തന്നെ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയുള്ള ജോലികളും, അതുപോലെ ആൾക്ക് അസൈൻ ചെയ്യുന്ന പാരാമിലിറ്ററി ഫോഴ്സസ് അവർ അസൈൻ ചെയ്യുന്ന വേരിയസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വർക്ക്സ് എന്തൊക്കെയാണോ അത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ BSF എടുക്കുകയാണെങ്കിൽ, BSF എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന പോലെ ബോർഡർ സെക്യൂരിറ്റി കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ബോർഡർ സെക്യൂരിറ്റി നോക്കുന്നത് നമ്മളിപ്പോൾ നേരത്തെ കാണിച്ചിരുന്നു പല പാരാമിലിറ്ററി ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിൻ്റെ അകത്തും ബോർഡർ സെക്യൂരിറ്റി നോക്കുന്ന ഏതൊക്കെയാണ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ BSFും ITBPയും SSB ആണ് ബോർഡർ സെക്യൂരിറ്റി നോക്കുന്നത്. അപ്പോൾ അവരുടെ ജോലി എന്താണെന്നുള്ളത് നിങ്ങൾക്കത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഗാർഡിങ് നാഷണൽ ബോർഡേഴ്സ്, നമ്മുടെ നാഷണൽ ബോർഡേഴ്സ് ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഇന്ത്യ പാകിസ്ഥാൻ, അതുപോലെ ഇന്ത്യ ബംഗ്ലാദേശ്, ഇന്ത്യ ചൈന, ഇതൊക്കെയാണ് നമുക്ക് ആ വരുന്ന ബോർഡേഴ്സ് ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ജോബ് എന്ന് പറയുന്നത്. അതുപോലെ ഇൻഫിൽട്രേഷൻ, നമ്മുടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, ബോർഡർ ഏരിയസ് നടക്കുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ സ്മഗ്ലിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ക്രോസ് ബോർഡർ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുക, അത് ആണ് അവരുടെ ജോബ് എന്ന് പറയുന്നത്. ഇപ്പം BSF ആണെങ്കിലും. ഇനി നമ്മൾ ബാക്കിയുള്ളതിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പം വേറെ ഒരെണ്ണം നമ്മൾ എടുത്ത ഒരു എക്സാമ്പിൾ കൂടി പറയുകയാണെങ്കിൽ ഇന്റേണൽ സെക്യൂരിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞത് ബോർഡർ സെക്യൂരിറ്റി, ഇന്റേണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാണ്. ഇപ്പോൾ ഇന്റേണൽ സെക്യൂരിറ്റിയിലേക്ക് വരുവാണെങ്കിൽ CRPFും CISF ആണ് അതിൽ മെയിനായിട്ട് വരുന്നത്. ഇനി അവരുടെ ജോബ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ ഇന്റേണൽ ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക, ആ ഒരു ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ
നമ്മുടെ ഈ മാവോയിസ്റ്റ് ഏരിയാസ് അതൊക്കെ ഗാർഡ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഏരിയാസിലുള്ള നടക്കുന്ന എന്താ പറയുക കലാപങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതും ഇതേപോലെ നിങ്ങൾക്ക് അവിടെ കാണാൻ വരും. ആ ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പബ്ലിക് സേഫ്റ്റി ഉറപ്പാക്കുക, ഇതേപോലത്തെ ഏരിയാസിൽ മാവോയിസ്റ്റ് ഏരിയ അതേപോലത്തെ ഏരിയാസിൽ പബ്ലിക് സേഫ്റ്റി ഉറപ്പാക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള പോലീസ് ഫോഴ്സസിനെ നമ്മുടെ സ്റ്റേറ്റ് പോലീസിനെ അസിസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ഇലക്ഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഏരിയാസൊക്കെ ഉണ്ടെങ്കിൽ അത് ഗാർഡ് ചെയ്യുക, ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ആ സമയത്ത് പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഇൻറ്റേർണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ CRPF അല്ലെങ്കിൽ CISF ചെയ്യുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്കറിയാം ഇനിയും ഒരുപാട് ഫോഴ്സസ് ഉണ്ട്. അവരുടെ ഒരു ജോബ് നമ്മളൊരു ജനറലായിട്ട് പറയുകയാണെങ്കിൽ VIP സെക്യൂരിറ്റീസ് വരും. നിങ്ങൾക്കറിയാം VIPs നമ്മുടെ ഇന്ത്യയിലെ മിനിസ്റ്റേഴ്സ് ആയാലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് VIPs വരുന്ന സമയത്ത് ഈവൻ ഫോറിൻ നിന്ന് വരുന്ന VIPs ആണെങ്കിൽ പോലും നിങ്ങളുടെ VIPs ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അറിയാം നമ്മുടെ ആ ഒരു ഏരിയ മൊത്തം ഈ പറഞ്ഞ പോലീസിൻ്റെ കൺട്രോളിലായിരിക്കും, ഇതേപോലത്തെ ഫോഴ്സസിൻ്റെ കൺട്രോളിലായിരിക്കും. അപ്പോൾ ആ സമയത്ത് VIP സെക്യൂരിറ്റി വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ നടക്കുമ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീം അവരെ സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ കൗണ്ടർ ആൻറ്റി ടെററിസം അതേപോലത്തെ ഉള്ള കാര്യങ്ങൾ, പിന്നെ നമ്മുടെ കമ്മ്യൂണൽ ഹാർമോണിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രഗ് ട്രാഫിക്കിങ്ങും അതേപോലെ തന്നെ സ്മഗ്ലിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക. പബ്ലിക് പ്ലേസസിലെ സെക്യൂരിറ്റി നമ്മുടെ പബ്ലിക് സേഫ്റ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്സിൽ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, റേഡിയോ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസിസ്റ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. ഇത് കൂടാതെ നമ്മൾ ഇനിയും നോക്കി കഴിഞ്ഞാൽ ഇനിയും ഒരുപാടുണ്ട്. നിങ്ങൾക്കറിയാം ഇപ്പം നമ്മുടെ പ്രിസണേഴ്സിനെ കൊണ്ടുപോകുന്ന സമയത്ത് അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ അവരിൽ നിന്ന് പബ്ലിക്കിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ അങ്ങനെയുള്ള പരേഡുകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇങ്ങനെ പിന്നെയും ഒരുപാട് ചെറിയ കാര്യങ്ങളായിട്ട് പിന്നെയും നമുക്ക് വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഈ ഒരു SSC GD കോൺസ്റ്റബിളുടെ ഒരു ജോബ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ലൈക്ക് അവർക്ക് വരുന്ന വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പാരാമിലിറ്ററി ഫോഴ്സസിലേക്കാണ് അപ്പോയിൻമെൻറ്റ് വരുന്നത്. ഓരോ ഫോഴ്സസും ഓരോ രീതിയിലുള്ള വർക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ജോബ് പ്രൊഫൈലും ഡിഫറൻ്റ് ആയിരിക്കും ഓരോ ഫോഴ്സസിനും. ബട്ട് ഇൻ ജനറൽ നമുക്ക് ഇങ്ങനെ പറയാം, നമുക്ക് ഇങ്ങനെ നോക്കാൻ പറ്റും. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ SSC GD എക്സാമിൻ്റെ പാറ്റേൺ എന്താണ്, അതുപോലെ തന്നെ വേക്കൻസി എത്രത്തോളം ഉണ്ട്, ഇനി വരാൻ പോകുന്ന എക്സാംസ് എന്നത്തേക്കാണ് വരാൻ പോകുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്തൊക്കെയാണ്, വേക്കൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എക്സാമിൻ്റെ പാറ്റേണും എക്സാമിൻ്റെ സിലബസും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും PET PST ആ ഒരു ഡീറ്റെയിൽസും, അതുപോലെ തന്നെ ഈ ഒരു ഫോഴ്സസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ജനറൽ ജോബ് പ്രൊഫൈൽ എന്താണ് എന്നുള്ളതും ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇമ്പോർട്ടൻറ്റ് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം സമയമുണ്ട്, 1 ഇയർത്തോളം സമയമുണ്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി 8 മാസം സമയമുണ്ട്. സോ എത്രയും പെട്ടെന്ന് തന്നെ ഇനി നോട്ടിഫിക്കേഷൻ വന്നിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം സമയമുണ്ട് പ്രിപ്പയർ ചെയ്യാം അങ്ങനെ വിചാരിക്കില്ല. എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ബിക്കോസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേക്കൻസി ഒരുപാട് ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അപ്ലൈ ചെയ്യാറുമുണ്ട്. കോമ്പറ്റീഷനും നല്ലതാണ്, അത്യാവശ്യം നല്ല സാലറി ഉണ്ട്, നല്ല പോസ്റ്റുകളാണ്, ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള പോസ്റ്റുകളും ഉണ്ട്. സോ അതിലേക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക നല്ല രീതിയിൽ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഈവൻ SSC എക്സാംസിൽ ഏത് എക്സാംസിനെ കുറിച്ചും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയും ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിഞ്ഞുകൊണ്ട് പ്രിപ്പയർ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8714764666 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈവൻ ഡൗട്ട് ഉണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഇതിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന SSC എക്സാംസ് വേറെ ഏതൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അതുപോലെ SSC മാത്രമുള്ള റെയിൽവേയോ അങ്ങനെയുള്ള എക്സാംസിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് നമ്മുടെ എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്കൊരു കോഴ്സിലേക്കൊക്കെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓഫർ പ്രൈസുകളിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും നിങ്ങൾ എക്സാം എഴുതാൻ തന്നെ റെഡി ആയിരിക്കുമായിരിക്കും. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ റെക്കോർഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. മോക്ക് ടെസ്റ്റുകൾ, സ്റ്റഡി മെറ്റീരിയൽസ്, ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കൊരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു സമയം എടുത്ത് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് ഈ വരുന്ന എക്സാംസിനൊക്കെ വേണ്ടി നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു എക്സാം മാത്രമല്ല വരുന്നത്, SSCക്ക് നമുക്കറിയാം ഒരുപാട് എക്സാംസ് ഉണ്ട്, എല്ലാവർക്കും എഴുതാൻ പറ്റുന്നത്. ഇപ്പോൾ SSCയുടെ CSSലുണ്ട്, +2 മതി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. SSCയുടെ MTS ഉണ്ട്, 10ാം ക്ലാസ് മതി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒക്കെ സിലബസ് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകുമ്പോൾ ഒരു എക്സാമിന് വേണ്ടി മാത്രമായിരിക്കില്ല, ബാക്കിയുള്ള എക്സാംസിനോട് പാരലായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് പോകാം. നിങ്ങളൊരു സെപ്പറേറ്റ് പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം നിങ്ങൾ ഈ പറഞ്ഞ മോക്ക് ടെസ്റ്റുകൾ മാത്രം ചെയ്ത് നോക്കിയാൽ അത് സിലബസ് ഒന്ന് കവർ ചെയ്തതിന് ശേഷം. ഓക്കെ അല്ലേ? പിന്നെ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കോൾ ബാക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ മുമ്പോട്ട് വരുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൽ ശരി, ബാക്കി അപ്ഡേറ്റ്സ് വരുമ്പോൾ അതിൽ ശരി, നമുക്ക് ഇവിടെ തന്നെ വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ മീറ്റ് ചെയ്യാം. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു. നമുക്ക് ഫ്യൂച്ചർ സെഷൻസിൽ വീണ്ടും മീറ്റ് ചെയ്യാം.